ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാൻ ഒരു വലിയ സൈസ് ബീട്രൂട്ടാണ് എടുത്തത്. ഇതിനോടൊപ്പം ഒരു സവാളയും ആവശ്യമാണ്. ഞാനിവിടെ ചെറിയ സൈസ് സവാള എടുത്തത് കൊണ്ട് അതിൻ്റെ ഹാഫുമാണ് എടുത്തത്. ഇനി നമുക്ക് ബീട്രൂട്ട് ഇതേ രീതിയിൽ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. സവാളയും അതിനോടൊപ്പം ചെറുതായി അരിഞ്ഞ് ചേർക്കണം. ഇതിങ്ങനെ ഒരുമിച്ച് വേകുമ്പോൾ സവാളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആവുകയും പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും നല്ല ടേസ്റ്റും ഉണ്ടാകും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതും ഒന്ന് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇടാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതിനോടൊപ്പം ചേർത്തൊന്ന് നല്ല ഇതുപോലെ വറുത്തെടുക്കണം. അതിനോടൊപ്പം ഒരല്പം ചില്ലി ഫ്ലാക്സും കൂടെ ചേർക്കാം. ഇതിന് പകരം റെഡ് ചില്ലി 2 കട്ട് ചെയ്ത് ഇട്ടാലും മതിയാകും. നമ്മൾ കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ടും സവാളയും ഒക്കെ അതിലേക്കിടാം. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. നല്ല ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് തോരനാണിത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ അളവിൽ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനു മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ ബ്യൂട്ടി വീഡിയോസും. ഇനി ഒന്നുകൂടെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ സമയം അതിൻ്റെ കൂട്ട് റെഡിയാക്കാം. 3/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തത്. ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർത്തിട്ട് അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തത് കൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാകില്ല. നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് വെച്ച് ചേർത്തെന്നേ തോന്നുകയുള്ളൂ. ഇതേ രീതിയിൽ ആണ് ബ്രഷ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിനി അതൊന്ന് നല്ല ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കണം. നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് ഇപ്പോൾ അത് നമുക്ക് ആ കൂട്ട് അതിലോട്ട് ചേർക്കാം. കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് നല്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. നമ്മൾ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബീട്രൂട്ട് വെച്ചിട്ടാണ് റെഡിയാക്കിയത്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഊണിനോടൊപ്പം ഈ ബീട്രൂട്ട് തോരൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ഷെയർ ചെയ്യാനും റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.